സമീപകാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഒരുപാട് ദുരിതങ്ങൾ നേരിട്ട വിനോദ് കാംബ്ലിക്ക് ആശ്വാസത്തിന്റെ കരങ്ങളുമായി ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ. നിലവിൽ സാമ്പത്തികപരമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന കാംബ്ലിയുടെ ചികിത്സാ സഹായത്തിനായി പ്രതിമാസം വലിയൊരു ഫണ്ട് തന്നെയാണ് സുനിൽ ഗവാസ്കർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 1999 ആരംഭിച്ച ഗവാസ്കറുടെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഏപ്രിൽ 1 മുതൽ ജീവിതകാലം മുഴുവൻ പ്രതിമാസം 30,000 രൂപ കാംബ്ലിക്ക് സഹായമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2025 ജനുവരിയിൽ വാങ്ഡെ സ്റ്റേഡിയത്തിന്റെ 50ാം വാർഷികാഘോഷവേളയിൽ വിനോദ് കാംബ്ലിയെ ഗവാസ്കർ കണ്ടുമുട്ടിയിരുന്നു. വളരെയധികം അവശനായ കാംബ്ലി ഗവാസ്കറുടെ കാലിൽ വൈകാരികമായി തൊടുകയും ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിരികെ എത്തിയ ശേഷമായിരുന്നു കാംബ്ലി പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തത്. ഒരുപാട് വർഷങ്ങളായി ആരോഗ്യപരമായി പ്രശ്നങ്ങൾ നേരിടുന്ന താരമാണ് വിനോദ് കാംബ്ലി. മികച്ച രീതിയിൽ കരിയർ ആരംഭിച്ചിട്ടും അത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ മദ്യത്തിനും മറ്റ് ലഹരികൾക്കും കാംബ്ലി അടിമപ്പെടുകയായിരുന്നു. എന്നാൽ താൻ അന്നു ചെയ്തത് പൂർണ്ണമായും തെറ്റാണെന്നും ലഹരിമുക്ത ചികിത്സയ്ക്ക് പോകാൻ തനിക്കിപ്പോൾ താല്പര്യമുണ്ട് എന്നും വിനോദ് കാംബ്ലി സമീപകാലത്ത് അറിയിക്കുകയുണ്ടായി. ഇതിനുശേഷമാണ് ഗവാസ്കർ അടക്കമുള്ള മുൻ ക്രിക്കറ്റർമാർ കാംബ്ലിക്ക് സഹായവുമായി വന്നത്. ഒരു കാലത്ത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറോടൊപ്പം വാഴ്ത്തപ്പെട്ട പേരായിരുന്നു വിനോദ് കാംബ്ലിയുടേത്. തന്റെ കരിയറിലെ ആദ്യ 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടിയാണ് കാംബ്ലി തന്റെ ക്രിക്കറ്റ് പ്രയാണത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ പിന്നീട് സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളും മോശം പെരുമാറ്റങ്ങളും കാംബ്ലിയെ ബാധിച്ചിരുന്നു. ഇന്ത്യൻ ടീമിനായി 17 ടെസ്റ്റ് മത്സരങ്ങളും 104 ഏകദിന മത്സരങ്ങളും കാംബ്ലി കളിച്ചിട്ടുണ്ട്. എന്നാൽ 2004-ൽ കാംബ്ലി തന്റെ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കുകയായിരുന്നു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.